ഹലോ ഹായ്. ലൈഫ് എപ്പോഴും ഒരേ മൂഡിൽ പോയാലും ത്രില്ലില്ല. അങ്ങനെ ഒരു ഫിലോസഫി ഉണ്ടല്ലോ. സോ ആ മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പം മറ്റ് ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. ഞങ്ങൾ എങ്ങോട്ടാണെന്നുള്ളത് വെയിറ്റ് ആൻഡ് സീ. അയ്യോ, കറണ്ട് പോയി. യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴേക്കും വണ്ടി മാത്രം പോരല്ലോ, വണ്ടിയിലുള്ള ഇന്ധനവും വേണ്ടേ. രാത്രിയിൽ സൺഗ്ലാസ് വെച്ച് പ്രകസനം നടത്തിയല്ല കേട്ടോ, കണ്ടപ്പോൾ എടുത്ത് വെച്ചു. അപ്പോൾ ഒരു വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ്. ചില സമയത്ത് ഈ സർജാപൂർ റോഡ് നല്ല വൃത്തിയിട്ട റോഡാണ്, പറയാതിരിക്കാൻ വയ്യ. കേരളത്തിനേക്കാൾ മോശമാണെന്ന് പറയാം. ദാ കുഴിച്ചാടി, ദാ യെസ്, കരകയറി. ഒപ്പം ഒരു ചെറിയ ടീമും കൂടി വഴിയിൽ നിന്ന് കയറുന്നുണ്ട്. വഴിയിൽ നിന്നല്ല, അവർ ഫ്ലാറ്റിൻ്റെ മുന്നിൽ നിന്ന്. അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദാ ഇപ്പോൾ വരും അവർ. യെസ്, ദാ വരുന്നു ഞാൻ പറഞ്ഞ ആ ടീം. സഞ്ജേച്ചിയും ചേട്ടനും ധ്രുവും. സഞ്ചാരം ബേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു കഫേയിലേക്കാണ്. ഒരു നൈറ്റ് ചിൽ ഔട്ടിന് പറ്റിയ ഒരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല റഷ് നമ്മൾ പ്രതീക്ഷിച്ചു. ബട്ട് നമ്മൾ ചെല്ലുന്ന ടൈമിൽ അത്യാവശ്യം നേരത്തെ ആയതുകൊണ്ട് തന്നെ റഷ് അത്ര ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഗെയിമിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഞങ്ങൾ ഫുഡിനൊക്കെ വേണ്ടിയിട്ട്. നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷമാണെങ്കിലും. നൈറ്റ് ട്രിപ്സുകൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഉറങ്ങില്ല എന്നല്ല, പക്ഷേ എനിക്കിഷ്ടമാണ് നൈറ്റ് വൈബ് നന്നായിട്ട് ആസ്വദിക്കാൻ. ഞാൻ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. അത് കൂടുതൽ നടന്നിട്ടുള്ളത് കല്യാണത്തിന് ശേഷമാണ്. ഞങ്ങൾ നോക്കിയപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും ഇത്തരത്തിലുള്ള ചില ഗെയിംസൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും വിട്ടുകൊടുത്തില്ല, കളിച്ചു. വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഫണ്ണിന് വേണ്ടിയിട്ടല്ല നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ചില അറ്റംപ്റ്റുകൾ ട്രൈ ചെയ്യുക. ഇറ്റ് ഈസ് ഗുഡ്. എനിക്കന്നും ഇപ്പോഴും ഈ ഫ്യൂസ് ബോളിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് ആമസോണിൽ നിന്ന്. വരട്ടെ, കുറച്ച് പഠിച്ചിട്ട് ഒന്നുകൂടി ഞാൻ പോകുന്നുണ്ട്. അല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോകുന്നുണ്ട്. ഒന്നുകൂടി ട്രൈ ചെയ്യാം, അങ്ങനല്ലേ. അല്ല, ഇതിപ്പോൾ സ്കൂൾ ഡ്രിൽ ടൈമിൽ നമ്മൾ ഇതൊന്നും അല്ലല്ലോ പഠിച്ചിരുന്നത്. അതുകൊണ്ട് അറിയാത്തില്ല എന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ല വിശപ്പ് വന്നിരുന്നു. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. പക്ഷേ ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഈ ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. നല്ല ദേഷ്യം വന്നു. പക്ഷേ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഓർഡർ ചെയ്തു, അവർ തരുന്നിടം വരെ വെയിറ്റ് ചെയ്തു. ഒരു ഗെയിം ട്രൈ ചെയ്യാനായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിട്ട് ടിക്കറ്റ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും നല്ല റഷായിരുന്നു. വെയിറ്റിംഗ് ടൈം ഏകദേശം ഒരു 2 hours പറഞ്ഞു. പിന്നെ ഞങ്ങൾ മനസ്സിലായത് അവോയ്ഡ് ചെയ്തു. കാരണം നടക്കില്ല 2 hours കൂടി അവിടെ ഇരിക്കുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടോ വേണ്ട എന്ന് വിചാരിച്ചു. ഏതായാലും ഇറങ്ങി തിരിച്ചല്ലേ, ഇനിയിപ്പം നൈറ്റ് വീട്ടിൽ കയറണ്ടെന്ന് വിചാരിച്ചു. നോട്ട് നൈറ്റ്, ഏർലി മോർണിംഗ്. 4 മണി ആയപ്പോഴേക്കും ഞങ്ങൾ നന്ദി ഹിൽസ് എത്തി. 6 മണിക്കത്തെ ഫസ്റ്റ് ബസ്സിന് തന്നെ കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. മുമ്പ് പലതവണ ഞാൻ നന്ദി ഹിൽസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര ഏർലി മോർണിംഗിൽ എത്തുന്നത് ആദ്യമായിട്ടാണ്. കൊള്ളായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു.
നല്ല ഫോഗ് ഉണ്ടായിരുന്നു, എക്സ്ട്രീം തണുപ്പ്. ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ജാക്കറ്റോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വിറച്ച് വിറച്ച് പോകുന്ന പോക്കാണ് ആ കാണുന്നത്. ഇതിപ്പോൾ മഞ്ഞാണോ മഴയാണോ എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുമെന്നാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചിട്ടിരിക്കുന്നത്. കിടുകിട്ടാ വിറച്ചു. നേരം പരപരാ വെളുക്കുന്നുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പല്ല് കിടുകിടാ അടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞങ്ങളാരും. കോടമഞ്ഞ് ലോഹോ തഴ്വരെ ലോഹോ. കോടമഞ്ഞുണ്ടായിരുന്നു, പക്ഷെ സൺറൈസ് കാണാനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടായില്ല. ഒരു കുന്തം വേണ്ട, എങ്ങനെയും താഴെ എത്തിയാൽ മതിയെന്നായിരുന്നു ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത്. പ്ലാൻ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു അത്യാവശ്യം നല്ല വീഡിയോസ് ഫോട്ടോസ് എടുക്കണമെന്ന്. പക്ഷേ ഒരു നല്ല ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു ഹിൽസിൽ. എല്ലാവരും അത്യാവശ്യം ജാക്കറ്റ്സൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ മാത്രമാണ് ഈ ഒരു പരുവത്തിലെത്തിയത്. എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പം കുറേ ആഗ്രഹിച്ചു എനിക്ക് അത്തരത്തിൽ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം, പക്ഷെ ഒന്നും നടന്നില്ല. സരല എൻ്റെ അമ്മച്ചി എന്നൊരു മട്ടിലാണ് നമ്മളെല്ലാവരും നടന്നത്. നന്ദി ഹിൽസിലൊരു അത്യാവശ്യം നല്ലൊരു ടീ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോയി. ഈ തണുപ്പിൽ നിന്നൊരു ചെറിയ റിലീഫ് കിട്ടാനായിട്ട് ഒരു ചൂട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുടിച്ചു, കൊള്ളായിരുന്നു, നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ആ തണുപ്പത്ത് ഒരു ചായ കുടിക്കുക. ചായ അല്ല കേട്ടോ കുടിച്ചത്, ഞങ്ങളൊരു കോഫിയാണ് കുടിച്ചത്, ഒരു ഫിൽറ്റർ കോഫി. നല്ല റഷ് ഉണ്ടായിരുന്നു. ഒന്ന് ഈ ഫോഗിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവർ, ഒന്ന് ആ വൈബിനനുസരിച്ച് ചായയൊക്കെ കുടിച്ച് ചൂടുള്ള എന്തെങ്കിലും കഴിച്ച് ഇരിക്കാം എന്നുള്ള രീതിയിൽ വരുന്നവരായിരുന്നു. ആ പോന്ന് നോക്ക്, നല്ല രസമല്ലേ? അതായിരുന്നു അവസ്ഥ. അങ്ങനെയൊക്കെ ഡ്രസ് കോഡേ അവിടെ പറ്റുള്ളൂ എന്ന് എനിക്കും തോന്നി കേട്ടോ. ഇത്രയും മെനക്കെട്ട് വന്നല്ലേ? അയ്യോ, മെനക്കേട് ഒരു നെഗറ്റീവ് വേർഡാണല്ലോ, അത് വേണ്ട. എൻജോയ് ചെയ്യാൻ വന്നിട്ട് ഒരു വീഡിയോയും കുറച്ച് ഫോട്ടോസും എടുക്കാണ്ട് പോകുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് ട്രൈ ചെയ്തു. 10ൽ 2 കിട്ടാൻ പറ്റുള്ളൂ. കാരണം ബോഡി അത്രയ്ക്കങ്ങ് വഴങ്ങിയിരുന്നില്ല പോസ് ചെയ്യാനായിട്ടേ.
അധികം നേരത്തെ സാഹസികത്തിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയതൊരു സൺഡേ ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിന് മുമ്പും ഞാൻ വന്നിട്ടുള്ള സമയത്ത് തിരക്ക് കാരണം തിരിച്ചു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വിശപ്പ് വന്നു തുടങ്ങി, ടയേർഡാണ്. പക്ഷെ കൊള്ളാം. ഇത്തരം ചില ട്രിപ്പുകളൊക്കെ ലൈഫിൽ അല്ല മാസത്തിൽ 1-2 വന്നാലും ഞാൻ ഹാപ്പി ആയിരിക്കും കേട്ടോ. ആക്ച്വലി ഇടയ്ക്കൊക്കെ ഇത്തരത്തിൽ സോളോ ആയിട്ടോ ഫാമിലി ആയിട്ടോ ട്രിപ്പ് പോകുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ട്രൈ ചെയ്ത് നോക്ക് എല്ലാവരും. മലയിറങ്ങി ഞങ്ങൾ താഴെ എത്തി. നല്ല വിശപ്പ്. വരുന്ന വഴിയിൽ തന്നെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നല്ല ഫേമസ് ആയിരുന്നു. ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. അപ്പം നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടുമ്പോൾ നമ്മൾ നിർത്തിയതാണ്. നല്ല ഫുഡ് വരുന്നു. ഒരു ബൊഫേ രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്ത് തരുന്നത്. നല്ല നാടൻ കേരള ഫുഡ്, സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഞാനും ഭേദപ്പെട്ട രീതിയിൽ കഴിച്ചു. നമ്മളപ്പോൾ ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. സോ ബൈ.